ഹൈക്കോടതിക്ക് മുന്നിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം. ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ആംബുലൻസിനുള്ളിലാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പോലീസിനും നീതിന്യായ സംവിധാനത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ആത്മഹത്യാശ്രമം. ആജ്ഞ രവീന്ദ്രൻ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ജീവിതത്തിൽ രണ്ടുപേരെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരിക്കണത് പോലീസുകാരും കൂടെ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അവർക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മളെ ഇപ്പോൾ പോലീസുകാർ കൂടെ നിന്ന് ചതിക്കില്ല. ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ഞങ്ങൾ വിശദമായിട്ടൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രിക്കും ഇത് ഞങ്ങളുടെ ആത്മഹത്യക്കുറിപ്പാണ്. ഞങ്ങളുടെ ജീവനം കളയണതെല്ലാം വേണ്ടിയും ഈ കേരള പോലീസും ഈ ജഡ്ജിയും കാരണമാണ്. ജഡ്ജിയുടെ പേര് പിന്നെ എന്താ പറയാ, എനിക്കൊന്നും പറയാനറിയില്ല. ഞങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മൃതദേഹത്തിനെങ്കിലും നീതി കിട്ടണമെന്നോ. ഓരോ വീഡിയോകളും എടുത്ത് അവൾ എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്ന എൻ്റെ മെയിലിൻ്റെ എല്ലാ തെളിവുകളും പെൻഡ്രൈവിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മൃതദേഹത്തിന് ചുറ്റും ഈ പെൻഡ്രൈവിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിക്ക്, ഹൈക്കോടതിക്ക് എല്ലാവർക്കും തെളിവുകൾ അയച്ചിട്ടുണ്ട്. ഈ പെൻഡ്രൈവിലും ഞങ്ങളുടെ ഫോട്ടോയും ഇതും ഞങ്ങളുടെ നിലവിലുള്ള തെളിവുകൾ. ബാക്കി ആലും ഈസ്റ്റ് പോലീസ് ഞങ്ങളുടെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്, 2 ഫോൺ. അതിന്റെ രസീത് പോലും തന്നിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ടോർച്ചർ ചെയ്തും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെയും കള്ള പരാതിയുടെ പേരിൽ, ജഡ്ജിയുടെ പേരിൽ കോടതിയിൽ കൊണ്ടുപോയതും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന വീഡിയോ ഒരിക്കലും ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. എല്ലാവരോടും ക്ഷമിക്കണം. ഞങ്ങൾ ഈ ഹൈക്കോടതിയുടെ മുന്നിൽ കിടന്ന് ഞങ്ങൾ ഈ ശ്രമിക്കണതും ഞങ്ങളുടെ മകനെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോണതെല്ലാം ജീവിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല. ഇത് ഞങ്ങളുടെ മരണമൊഴി എടുത്ത് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. തുറന്നിടി ചാവാൻ പറഞ്ഞിടി എല്ലാവരും എഴുതിയിട്ടുണ്ട്. നിന്നോട് പൈസ നീ ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ള തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ നിന്നോട് ചെയ്തത് ഇതുവരെ കണ്ടിട്ട് പോലും നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്നിട്ട് നീ എന്നോട് അതൊക്കെ പറഞ്ഞില്ലേ? നിന്നോട് ഞാൻ എന്ത് സെറ്റ് ചെയ്ത് നീ മാത്രം കേട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ പോലും തിരിഞ്ഞില്ലല്ലോ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്താണ് ഈ സംഭവം? ഇത് എന്നാണ് ഇവർ ഈ ആത്മഹത്യാശ്രമം നടത്തിയത്? ഒരു ആംബുലൻസിനുള്ളിൽ, വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാനാവുന്നത്. ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഈ ഹൈക്കോടതി ജംഗ്ഷന് മുന്നിലാണോ? എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും ഇവരുടെ ആരോഗ്യനില എന്താണ് ആജ്ഞ? സജിത്ത, ഇരുവരെയും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് തന്നെയാണ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൈക്കോടതി പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ ആത്മഹത്യാശ്രമം നടക്കുന്നത്. എന്തായാലും ഈ ആംബുലൻസ് ഒക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി പരിസരത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പരാതിക്കാരി, അതായത് ഈ പ്രേരണാകുറ്റം ചുമത്തിയിരിക്കുന്ന വ്യക്തിയുടെ പേരിലാണ് അവർക്കെതിരെയുള്ള കടുത്ത ആരോപണമാണ്. അവർ വ്യാജ പരാതിയിൽ ഇയാളെ കൊടുക്കാൻ ശ്രമിച്ചു, ഇയാളെയും കുടുംബത്തെയും കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പരാതി എത്തിയപ്പോൾ സാഹചര്യത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത്, ഈ ആത്മഹത്യക്കുറിപ്പ് അഡ്രസ്സ് ചെയ്യുന്നത് പോലീസിനാണ്, നിയമം സംരക്ഷിക്കേണ്ട പോലീസെ എന്നാണ് ആത്മഹത്യക്കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. ഇതിൽ വ്യക്തമായി പറയുന്നത് പോലീസിൻ്റെയും, അതായത് ഈ പരാതിക്കാരിയുടെയും ബന്ധുവായിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ ഒത്താശയോടു കൂടിയാണ് ഈ പരാതി തയ്യാറാക്കി
നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ ഇതിൽ കാര്യമൊന്നുമില്ല, കഴമ്പൊന്നുമില്ല, തങ്ങൾ ഇതിൽ കേസെടുക്കാൻ പോകുന്നില്ല എന്ന ഈ ആത്മഹത്യക്കുറിപ്പ് എഴുതിയ ആളോട് വിശദീകരണം നൽകിയ ശേഷം തുടർന്ന് സംശയം തോന്നിയ ശേഷം മുൻകൂർ ജാമ്യം എടുക്കാനെത്തിയപ്പോഴാണ് മുൻകൂർ ജാമ്യത്തെ പോലീസ് ശക്തമായി എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് അറസ്റ്റിലേക്ക് പോകുന്നു. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ചെയ്ത ശേഷവും, അതായത് വ്യാജ പരാതിയാണെന്നുള്ള തെളിവ് തൻ്റെ കയ്യിലുണ്ട്, തൻ്റെ ഫോണിൽ അത്തരം കാര്യങ്ങളുടെ തെളിവുകളുണ്ട്. ഈ പരാതിക്കാരിയുമായി മുൻപ് ഇദ്ദേഹം സൗഹൃദത്തിലായിരുന്നു. നേരത്തെ അവർ തമ്മിലൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതി വ്യാജ പരാതിയാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹവും ഭാര്യയും നമുക്ക് ആ വീഡിയോയിൽ കാണാം. അവർ രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ് ഇത്തരം വ്യാജ പരാതി. പരാതിക്കാരിയോടൊപ്പം ചേർന്നിട്ട് മറ്റാളുകൾ ഇദ്ദേഹം പണം കടം ചോദിച്ചിട്ട് നൽകിയില്ല എന്നുള്ള കാരണം കൊണ്ടുള്ള വൈരാഗ്യം കൂടി ഇതിനകത്ത് ഉണ്ട്. ഇങ്ങനെ തനിക്കെതിരെയുള്ള ചില ആളുകളെ ഒപ്പം പിടിച്ച് ഈ പരാതിക്കാരി നടത്തിയിരിക്കുന്ന ഒരു നാടകം മാത്രമാണ് ഈ പരാതി. അത് പോലീസിനും അറിയാം. എന്നിട്ടും പോലീസ് അതിൽ നീതിയുക്തമായ നടപടിക്രമങ്ങൾ കൈക്കൊണ്ടില്ല എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഈ പരാതിയുടെ കോപ്പി പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. ശേഷമാണ് ഇവർ ആംബുലൻസിനകത്ത് വെച്ച് വിഷം കഴിക്കുന്നതും ഹൈക്കോടതി പരിസരത്ത് വെച്ച് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പരാതിയിൽ നീതി ലഭിച്ചില്ല, അതുകൊണ്ട് ഹൈക്കോടതിയുടെ സമീപത്ത് വെച്ച് തന്നെ നീതിന്യായ വ്യവസ്ഥിതി കാക്കേണ്ടുന്ന കോടതിയുടെ മുന്നിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ്. എന്തായാലും രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തരണം ചെയ്ത് ഗുരുതരമായ ആരോഗ്യാവസ്ഥ തരണം ചെയ്തു എന്ന് വേണം പറയാൻ. ഗുരുതരമായിട്ടുള്ള അവസ്ഥ തരണം ചെയ്തു എന്ന് വേണം പറയാൻ. എന്തായാലും നിലവിൽ ഈ ഒരു സാഹചര്യമാണ് സജിത്ത് ഉള്ളത്. ഇവർ സൂചിപ്പിക്കുന്നതനുസരിച്ച് നേരത്തെ ഇവരുടെ പരാതി ഉള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു എന്ന് പറയുന്നു. ഈ ഹൈക്കോടതിയുടെ മുന്നിൽ ഇതുവരെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം എന്താണ്? ഇതെങ്ങനെയാണ് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്? വീഡിയോയാണോ ആദ്യം പുറത്തു വരുന്നത്? എന്തായിരുന്നു ഇതിൻ്റെ സാഹചര്യം? സജിത്ത, വീഡിയോയും ആത്മഹത്യാക്കുറിപ്പുമുണ്ട്. ഇതിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയുടെയും കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. തന്റെ കയ്യിൽ ഇതിനുള്ള എല്ലാത്തിന്റെയും തെളിവുണ്ട്, തന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. അത് ആലുവ സ്വദേശിയായിട്ടുള്ള ആലുവയിലെ ഒരു ജഡ്ജ്, അത് ഈ പരാതിക്കാരിയുടെ ബന്ധുവാണ്, അവരുടെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ചിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥിതി പോലും, അതായത് ജഡ്ജിനെ ഭയന്നിട്ടാണ് ആലുവ പോലീസ് തനിക്കെതിരെ തിരിഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ജഡ്ജിനെ കൂടി ഈ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് ആത്മഹത്യാക്കുറിപ്പ് ഉള്ളത്. എല്ലാ നീതിയുടെ കൂടെയും സത്യത്തിന്റെ കൂടെയും നിങ്ങൾ നിന്നില്ല. 26 വർഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചത്. എന്തിനായിരുന്നു ആലുവ പോലീസെ നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള ചതി എൻ്റെ 3.5 വയസ്സുള്ള കുഞ്ഞിനോടും എന്നോടും ചെയ്തത് എന്നാണ് ഇദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ ചോദിക്കുന്നത്. കോടതി ഉത്തരവ് ലംഘിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ അസുഖം ബാധിച്ച എൻ്റെ ഭാര്യയെയും നിങ്ങൾ മാനസികമായി പീഡിപ്പിച്ചു. ഇങ്ങനെ നീളുന്ന ഒരു വലിയ നീണ്ട പരാതികളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വീഡിയോയിൽ കൂടി അദ്ദേഹവും ഭാര്യയും വ്യക്തമാക്കുന്നതും തങ്ങൾക്ക് നീതി കിട്ടിയില്ല, അതല്ലെങ്കിൽ വ്യാജ പരാതിയുമായി രംഗത്തെത്തിയപ്പോഴും തങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടതായ തെളിവുകൾ ഉണ്ടായിട്ടും തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ള ആരോപണവുമാണ് ബാക്കി നിൽക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ജീവനെടുക്കാനുള്ള അവരുടെ തീരുമാനം പോലീസും നിയമ സംവിധാനങ്ങളുമെല്ലാം തങ്ങളെ കൈവിട്ടു എന്നൊരു തോന്നൽ കൂടിയാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം. ആംബുലൻസിനുള്ളിലാണ് ഡ്രൈവറും ഭാര്യയും വിഷം കഴിച്ച ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. അവർ ഒരു വീഡിയോ തയ്യാറാക്കി ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്.